ഹലോ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യങ്ങൾക്ക് ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കവർ ചെയ്യാൻ നോക്കാം. First one is, how do I know the real value of a stock without being an expert? Second, I want to know further about intrinsic value. Third, how can I be the judge of the company's overall health? Fourth, what is the number of stocks to be held in the portfolio for a starter? Fifth, how do you learn to book the losses or cover it later? ഇപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഐ ഹോപ്പ് യു പോസ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് ഫോർ പ്രീ മാർക്കറ്റ് ഓഫ് ഇൻഡസസ്. നമ്മൾ ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് പോർഷനിലേക്ക് എത്തിച്ചത്. സോ ആ പോർഷനിലേക്ക് എത്തുമ്പോൾ വിൽ കവർ ഇറ്റ്. ബട്ട് ദിസ് അഗൈൻ മൂവ്സ് ടുവേർഡ്സ് ഡേ ട്രേഡിംഗ് ടൈപ്പ് ഓഫ് ട്രേഡർ. ടെക്നിക്കൽ അനാലിസിസും പ്രീ മാർക്കറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡേ ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആണ് കുറച്ചും കൂടി. ബട്ട് വി ആർ മോർ ഫോക്കസ്ഡ് ഹിയർ ഓൺ ബിക്കമിങ് ആൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡർ. ഓക്കെ, കാരണം ദാറ്റ് ഈസ് സേഫർ. ഓക്കെ, ഒന്ന് ദാറ്റ് ഈസ് മോർ റിവാർഡിങ്. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ചാർട്ട് നോക്കിയിട്ട് ദ ഹോൾ ഡേ. ഓക്കെ, നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 2-3 വീക്സ് അല്ലെങ്കിൽ 2-3 മന്ത്സ് അല്ലെങ്കിൽ 2-3 ഇയേഴ്സ് വരെ ഹോൾഡ് ചെയ്യാൻ ഇല്ല കോൺഫിഡൻസ് വരുന്നത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കലും കമ്പൈൻ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ബട്ട് ദി ഫണ്ടമെന്റൽ അനാലിസിസ് വിൽ ഗിവ് യു മോർ, അതിന് പറയുന്ന വാക്കെന്താ, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ദിസ് ഇസ് എ ഗുഡ് കമ്പനി. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഫോറക്സും ക്രിപ്റ്റോവും ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ ലീഗലായിട്ട് പറ്റൂല, ട്രേഡിംഗ് ഓഫ് ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ. ബട്ട് അതിനും ലൂപ്പ് ഹോൾസ് ഉണ്ട്. ദർ ആർ ഫണ്ടഡ് അക്കൗണ്ട്സ്, എക്സ്റ്റേണൽ അക്കൗണ്ട്സ് ഉണ്ട്, തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്. റീച്ച് ടു ദാറ്റ് നമ്മൾ മാർക്കറ്റ്സ് ചെയ്യുമ്പോൾ ഫോറക്സും ക്രിപ്റ്റോയിലേക്കും നമുക്ക് MT5 ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ. ഫോർ ദ ടൈം ബീങ് വിൽ ഫോക്കസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഫസ്റ്റ് ടോപ്പിക് റിയൽ വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ. റിയൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഓക്കെ, ദർ ഇസ് നോ മെട്രിക് ദാറ്റ് ഇസ് എന്താ റിയൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് എവിടെയും കിട്ടില്ല. ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ മീൻസ് ലാസ്റ്റ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ DCF കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ദറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇൻട്രിൻസിക് വാല്യൂ തന്നെ. DCF ഇസ് ഓൾസോ സിമിലർ ടു ഇൻട്രിൻസിക് വാല്യൂ. അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂക്ക് ഗ്രാൻഡ് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്, അത് മാനുവലി ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ അനാലിസിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു എസ്റ്റിമേഷനിലേക്ക് എത്തണം, വെദർ ദിസ് ഇസ് എ ഗുഡ് ടൈം ടു എൻ്റർ ദിസ് പെർട്ടിക്കുലർ സ്റ്റോക്ക്. ഓക്കെ, പിന്നെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് കട്ട്സ് ഞാൻ കുറച്ച് ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അറിയാം. സോ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പം ഇതിന്റെ വീഡിയോ ആണ് ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ഇടാൻ പ്ലാൻ ഇട്ടത്. നമുക്ക് കളക്ഷൻ ഓഫ് സ്റ്റോക്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഞാൻ അത് ആ വീഡിയോയിലേക്ക് എത്തുമ്പോൾ. ബട്ട് ഫോർ ദ ടൈം ബീങ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കൊരു കമ്പനി എടുക്കാം. ലെറ്റ്സ് ടേക്ക് കമ്പനി HDFC എടുക്കാം. ഓക്കെ, HDFC ബാങ്ക് ലിമിറ്റഡ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്രീനറിൽ ബേസിക്കലി നമുക്ക് 10 ഇയേഴ്സ് വരെയുള്ള ഡാറ്റ 10 ഇയേഴ്സ് വരെ ഡാറ്റ കിട്ടും. ഈവൻ ഓൾ ദീസ് കാൽക്കുലേഷൻസ്, ക്വാർട്ടർലി റിസൾട്ട്സ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ 10 ഇയേഴ്സ് വരെ ഡാറ്റ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൽ മെയിൻലി നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ ബുക്ക് വാല്യൂ, ഡിവിഡൻഡ്, ഈ സ്റ്റോക്കിന്റെ ലാസ്റ്റ് ഹൈ ആൻഡ് ലോ ഇൻ ലാസ്റ്റ് 1 ഇയർ. ഓക്കെ, ഫേസ് വാല്യൂ അധികം എല്ലാ സ്റ്റോക്കിനും ഇപ്പം 1 ആണ്. ഓക്കെ, ROE, ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, പിന്നെ ഇത് റിട്ടേൺ ഓൺ ഏർണിങ്സ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ ഇതിൽ തന്നെ. ഇത് കൂടാതെ നമുക്ക് ചാർട്ട് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഇത് നമ്മൾ ടെക്നിക്കലി പോകുമ്പോഴത്തേക്ക് എത്തും മറ്റേ മൂവിങ് ആവറേജസ് എങ്ങനെ എടുക്കേണ്ടതെന്ന്. ഓക്കെ, പിന്നെ പ്രോസും കോൺസ് ഓഫ് ദ കമ്പനി, പിയർ കൺഫർമേഷൻ കമ്പാരിസൺ, നമ്മൾ ബാക്കിയിലെ ബാങ്ക്സുമായിട്ട് എങ്ങനെയാണ് ഈ കമ്പനി ചെയ്യുന്നത്. അപ്പം ഇതാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് CMP. ഓക്കെ, ഒന്നെങ്കിൽ CMP ആയിട്ട് ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് LTP ആയിട്ട് ഇടും. ഓക്കെ, അപ്പം അതാണ് ഇപ്പം മാർക്കറ്റ് റണ്ണിങ് ആണെങ്കിൽ CMP എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇടുന്ന വിലയോ, മാർക്കറ്റ് ക്ലോസ് ആണെങ്കിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് വാല്യൂ. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് ഈസിയാണ് എടുക്കാൻ. പ്ലസ് സ്ക്രീനർ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്വന്തം ക്വരീസ് ഇട്ടിട്ട് വി ക്യാൻ ലിസ്റ്റ് ഔട്ട് സ്റ്റോക്സ്. ഓക്കെ, ബോത്ത് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ. ഇപ്പം 50 DM മേലെ റേറ്റിലതും 5 ഇയേഴ്സിൽ PE റേഷ്യോ മോർ ദൻ 15 അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സൈറ്റിന്റെ ബെനിഫിറ്റ്. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് ഫോർ ലാസ്റ്റ് 10 ഇയേഴ്സ്, 5 ഇയേഴ്സ്, 3 ഇയേഴ്സ്, പ്രോഫിറ്റ് ഗ്രോത്ത് സെയിം, CAGR, റിട്ടേൺ ഓൺ ഇക്വിറ്റി. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ റവന്യൂ, എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ വാല്യൂ, നെറ്റ് പ്രോഫിറ്റ്, EPS. ബാലൻസ് ഷീറ്റിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാ, ലയബിലിറ്റീസ്, അസറ്റ്സ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോയിൽ. ഫ്രീ ക്യാഷ് ഫ്ലോ, ഓപ്പറേഷണൽ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ, cash from financing activity, which is foreign investors. 40% is DIAs, which is also good. പബ്ലിക്കിന് ഈ ഷെയറിലാകെ 15% സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ഒന്ന് screener.in ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ട് ട്രെൻഡിലൈൻ. ഓക്കെ, trendyline.com. ഇതും നല്ലൊരു സൈറ്റാണ്. ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് യു ക്യാൻ ഡയറക്ട്ലി ഗോ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത്. ഇപ്പോൾ ടൈറ്റൻ്റെ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ലെറ്റ്സ് ഡു സംതിങ് എൽസ്. MRF.
ഓക്കെ. MRF ഇപ്പോഴത്തെ വാല്യൂ 1,32,145 ആണ് ഒരു സ്റ്റോക്കിന്. ഓക്കെ, സോ ഐ ജസ്റ്റ് ഓപ്പൺ ദിസ്. റൈറ്റ്. സോ ഇതിൽ ഇല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ഒരു DMV സ്കോർ കിട്ടും. എന്ന് വെച്ചാൽ നമ്മളെ ഡ്യൂറബിലിറ്റി, വാല്യുവേഷൻ, പിന്നെ മൊമെന്റം എന്ന് പറഞ്ഞിട്ടൊരു സ്കോർ ഉണ്ട്. ഓക്കെ, അപ്പം ന്യൂ യൂസേഴ്സിന് ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ് DMV സ്കോർ. ഓക്കെ, ഇവിടെ ഡ്യൂറേഷൻ വാല്യുവേഷൻ ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ സൈൻ ഇൻ ചെയ്ത് ഫ്രീ സൈൻ ഇൻ ചെയ്തൊന്നും വാങ്ങണ്ട. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് കാണാം എന്താ ഡ്യൂറബിലിറ്റി ഈസ് ഗ്രീൻ, വാല്യുവേഷൻ ഇസ് ഓറഞ്ച്, മൊമെന്റം ഇസ് ഓൾസോ ഓറഞ്ച്. അപ്പം ഇവിടെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക് ടു എൻ്റർ. അതാണ് അതിൻ്റെ ഒരു എന്താ ലോജിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ ഡേറ്റയിൽ പോവാതെ ഇവർ തന്നെ ഇതിനൊരു സ്കോർ കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ. അപ്പോൾ ഇപ്പോൾ വേണ്ട പി ഈസ് ബിലോ ഇൻഡസ്ട്രി മീഡിയൻ ഓറഞ്ച് ലൈനിൽ, റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ എബോവ് ഇൻഡസ്ട്രി മീഡിയൻ. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹൈ ഇൻ ഇൻഡസ്ട്രി പച്ചയിലയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് അഗൈൻ ഹൈ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ FIIs DIIs, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മാർക്കറ്റ് ലീഡർ, നെറ്റ് പ്രോഫിറ്റ് എബോവ് ഇൻഡസ്ട്രിയൽ മീഡിയൻ ആണ്, നോട്ട് ടു ഹൈ ബട്ട് സോർട്ട് അനാലിസിസ് ഉണ്ട്. പിന്നെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഇത് നമുക്ക് മറ്റു ചാർട്ടിൽ തന്നെ കിട്ടും. യു ക്യാൻ ഈവൻ ഡു ഇറ്റ് ഹിയർ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, 5 ഇയേഴ്സ്, 1 ഇയേഴ്സ്. ഓക്കെ, പക്ഷേ ഇതിൽ നമുക്ക് PE ചാർട്ട് ഉണ്ട്, EPS ചാർട്ട് ഉണ്ട്, PB ചാർട്ട് ഉണ്ട്. ഓക്കെ, ഡിവിഡൻഡിൽ നമ്മൾ ആക്ച്വലി അനാലിസിസിന് വേണ്ടി നോക്കൂല. EPS ഫോർകാസ്റ്റ് ഉണ്ട്. റെക്കമെൻഡേഷൻ ഇത് 10 അനാലിസ്റ്റ് കൂടിയിട്ടുള്ള റെക്കമെൻഡേഷനാണ്. അതിൽ 3 സ്ട്രോങ് റെക്കമെൻഡേഷൻ, സെൽ, ഒരാൾ സെല്ല്, ഒരാൾ ഹോൾഡും, 5 പേര് ബൈ ആണ്. അതിൽ 4 പേര് ആവറേജ് ബൈയും, ഒരാൾ മാത്രമാണ് സ്ട്രോങ് ബൈ. ഇത് 10 ഡിഫറെൻറ്റ് അനാലിസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഈ ഫീൽഡിൽ തന്നെ ഇല്ല അനാലിസ്റ്റ് ഒരേ സ്റ്റോക്കിന് 10 ആൾ കൊടുത്ത റെക്കമെൻഡേഷൻ ഇത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്ക് അനാലിസ് ചെയ്യുമ്പോൾ യു ക്യാൻ ബി ഐദർ ഓൺ ദിസ് സൈഡ് ഓർ സംവെയർ ഇൻ ബിറ്റ്വീൻ. അപ്പം അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസിൽ വരും. യൂഷ്വലി ഓരോ ട്രേഡർ ചില കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ചിലവർ POEയിൽ ഫോക്കസ് ചെയ്യും, ചിലവർ EPSൽ ഫോക്കസ് ചെയ്യും, ചിലവർ നേരത്തെ പറഞ്ഞാൽ ഇൻട്രൻസിക് വാല്യൂയിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബുക്ക് വാല്യൂ, അപ്പം ഇങ്ങനത്തെ കുറേ ഇറ്റ്സ് ഓൾ ടുഗെദർ ഇറ്റ് ബിക്കംസ് എ സ്റ്റോറി. ഇപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റോറി മീൻസ് ഓൾ ദീസ് നമ്പേഴ്സ് ടെൽ എ സ്റ്റോറി. നമ്മൾ ഒരു നമ്പർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഗിവ് യു ദ കംപ്ലീറ്റ് പിക്ചർ, അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞത് അതിന്. ഓക്കെ, ഇതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് സെന്റിമെന്റ് ആണിത്. ഓക്കെ, EMA, SMA, എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജിന്റെ കാൽക്കുലേഷൻ ഉണ്ട്, വോളിയം ഉണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് എടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആരൊക്കെയാ ഹോൾഡ് ചെയ്യുന്നതിലെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഉണ്ട്, ഹോൾഡിംഗ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് എല്ലാം ഉണ്ട്, പ്ലെഡ്ജ്ഡ് ഷെയർസും ഉണ്ട്. So these details will help us, not that it will not help, but in the trader ആണെങ്കിൽ what you have to understand is that ഇതിൽ ഫിക്സഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് മാത്രം വെച്ചിട്ട് എൻട്രി എടുക്കുന്നത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്, ബട്ട് അതിൻ്റെ ടെക്നിക്കൽ പാർട്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെറ്റർ എൻട്രീസ്. ഓക്കെ, നമ്മളൊരു സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ബട്ട് wait for better entries. This will give you a forecast, the story പറയും how the stock is doing. ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്ന പ്രോബബിലിറ്റി കൂടുതലാണ്. It is not again 100% whatever happened in the past it will repeat in the future, but it gives you an idea on how well the company is doing. ആ കമ്പനി എങ്ങനെയാണ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റഡി ഇൻകംസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് സൈൻസ്, അല്ലേ? ഇനി കുറച്ചും കൂടി ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹു ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനി ഓഫ് ദിസ് വാല്യൂസ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ടിക്കറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, സിമിലർ ടു നമ്മളെ സ്ക്രീനർ. ഓക്കെ, so Tricker Stapely, what you can do is you can go through these. These are really good indicators for a beginner. You can see performance. It has not done well in the last few years. Valuation is also overvalued. You can take anything. Let's say ഇതില് American stocks ഉണ്ട്, നമുക്ക് Indian stocks കുറച്ച് ഷിപ്പ് എടുക്കാം. Performance is average, valuation is high, growth is low, profitability is high. Entry point bad. The stock is overpriced and in the overbought zone. Very simple. You can avoid the stock for now. Go for another stock. So 5,000 stock ഉണ്ട്. Any day you want to trade, you will get some of the other stock. So this is another good site. ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിലും ഏകദേശം ഒരു വാല്യുവേഷൻ കിട്ടും. പിന്നെ മാർക്കറ്റ് സ്മിത്ത് ഉണ്ട്. ഓക്കെ, സിമിലർ ടു ഞാനിപ്പോൾ ഓൾറെഡി ബെയിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിലും യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, എവറിത്തിങ് ഫ്രം ഇവാലുവേഷൻ, സമ്മറി, ഫൈനാൻഷ്യൽസ്. ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി ഹൈ ഗ്രോത്ത് സ്റ്റോക്സിനെ പറ്റിയുള്ള ക്വാളിറ്റി റിസർച്ച് ഇവർ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ റിസർച്ച് കമ്പനി. അപ്പം മോഡൽ പോർട്ട്ഫോളിയോസ്, പിന്നെ ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ ഈ ഒരു സൈറ്റിൽ കിട്ടും. സോ ദിസ് ഇസ് സംതിങ് യു ക്യാൻ ഗോ ആഡ് ട്രൈ ഇറ്റ്. ഇതിൽ നമ്മൾ നേരത്തെ നോക്കിയ എല്ലാ സാധനങ്ങളും കാണും. ക്യാഷ് ഫ്ലോ, ബാലൻസ്ഡ് ഷീറ്റ്, ക്വാർട്ടർലി ഇൻകം സ്റ്റേറ്റ്മെന്റ്, ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, നമ്മളെ കീ റേഷ്യോസ്, നമ്മൾ നോക്കിയ എല്ലാ കീ റേഷ്യോസ്. ഓക്കെ,
ക്യാഷ് ഫ്ലോ നോക്കി, റിലേറ്റഡ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ പിയർ പെർഫോമൻസസ്. ഓക്കെ, ഇത് നമ്മൾ NSEന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഫ്ലാഗ് ഉണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ്സിൽ വരും. ഓക്കെ, എന്തൊക്കെയായാലും അഡീഷണൽ സർവൈലൻസ് മെഷർ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ, ഗ്രേഡഡ് സർവൈലൻസ് മെഷർ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ, കുറേ ഹൈ ഡെപ്റ്റിലെ കമ്പനിയാണോ, ഓക്കെ, ലിമിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് ആണോ എന്ന് വെച്ചാൽ വെരി സ്മോൾ നമ്പർ ഓഫ് ബിഗ് പ്ലേയേഴ്സ് ഹാവ് ദ സ്റ്റോക്ക്, പെനി സ്റ്റോക്ക് ആണോ, പെനി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ താഴെയുള്ള സ്റ്റോക്സ്, ഹൈ പ്രൊമോട്ടർ പ്ലഡ്ജിങ്, ഇതിലത്തെ സ്റ്റോക്സ് കൂടുതൽ പ്ലഡ് ചെയ്തതാണോ, മീൻസ് ഇതിന്റെ ഹോൾഡിംഗ് കൂടുതൽ പ്ലഡ് ചെയ്തതാണോ, ലിക്വിഡിറ്റി ഭയങ്കര ലോ ആണോ, മീൻസ് ദർ ആർ നോ ബയേഴ്സ് അല്ലെങ്കിൽ നോ സെല്ലേഴ്സ്, ഡിക്ലൈൻ ഇൻ ദ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസേഴ്സ്, ഡിക്ലൈൻ ഇൻ ഷെയർസ് ഹെൽഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സെബീൻ്റെ കുറച്ച് ചെക്ക് ലിസ്റ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫ്ലാഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുമ്പോഴും അത് അവിടെ ഒരു മെസ്സേജ് ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു ഫ്ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സീറോദയിലൊക്കെ അത് മെസ്സേജ് ആയിട്ട് വരും യു ബൈ സ്റ്റോക്ക് ഫ്രം. പിന്നെ ഇതിൽ ന്യൂസും ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം എനിക്കൊന്നും എല്ലാത്തിലും ഉണ്ട്, ഇതിലുണ്ടാവും തോന്നുന്നു ന്യൂസ് തരാം. ഈവൻസ് അപ്കമിങ് ഇത് സ്റ്റോക്ക് ന്യൂസ്, വാട്ട് റീസെൻ്റ്ലി ഹാപ്പൻഡ്, സ്പോട്ട് ലൈറ്റിൽ എന്തൊക്കെയാണ് 2 months ago, 2 months ago ആണല്ലോ, 3 months ago, 4 months ago. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ ന്യൂസിനനുസരിച്ച് സ്റ്റോക്ക് എങ്ങനെയാ മാറിയിട്ടില്ല എന്നതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആ ന്യൂസ് ബേസ് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം അതുപോലത്തെ ന്യൂസ് വരുമ്പം ഹോൾഡ് ചെയ്യണ, സെൽ ചെയ്യണ, ബൈ ചെയ്യണ എന്നുള്ളത് എസ്റ്റിമേഷനും കിട്ടും. സോ യു നീഡ് എക്സ്പീരിയൻസ് ഫോർ ദാറ്റ്. Oh, this I think is enough to explain real or intrinsic value. പിന്നെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ വേണമെങ്കിൽ ഒരു 5-6 കാൽക്കുലേഷൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ബട്ട് ലെറ്റ് സ്റ്റിക്ക് ടു ദ വൺ വിച്ച് ഐ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ DCF വാല്യൂ ഉണ്ടല്ലേ, ഫോർമുല ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം ആപ്സ് ഒരുപാടുണ്ട്. സോ കുറേ ആപ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇൻട്രിൻസിക് വാല്യൂ ഓൾമോസ്റ്റ് മറ്റേ ഇത് കിട്ടുന്ന പോലെ കിട്ടും. ബട്ട് ഐ വുഡ് സേ ബെറ്റർ ലുക്ക് അറ്റ് ദ ഓവറോൾ സ്റ്റോറി. അതിന് പിന്നിലുള്ള റീസൺ ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ടയർ മാത്രം നോക്കിയിട്ട് വാങ്ങിയാൽ റെഡിയാവോ? ഇല്ല. ഓക്കെ, നമ്മളതിൻ്റെ ബോഡി ടൈപ്പ് നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ റെഡിയാവോ? ഇല്ല. അതിൻ്റെ എൻജിൻ, അതിൻ്റെ മൈലേജ്, ആ കമ്പനീൻ്റെ സർവീസ് റെക്കോർഡ്, ഓക്കെ, ആ ബ്രാൻഡിൻ്റെ കൂടെയുള്ള ട്രസ്റ്റ്, ഓക്കെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലല്ലേ നമ്മൾ കാർ വാങ്ങും. അപ്പം ഇത് ഒരു എക്സാമ്പിൾ. സിമിലറിയാണ് സ്റ്റോക്സ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നല്ലൊരു പ്ലോട്ട് ഇടുന്നേക്ക്. ഓക്കെ, നിങ്ങളെ വീട് ഇവിടെയാണ്. ഓക്കെ, ദിസ് ഇസ് യുവർ ഹൗസ്. ഓക്കെ, അവിടെ അടുത്ത് നല്ലൊരു പ്ലോട്ട് ഉണ്ട്. ഇവിടെ റോഡ് ആക്സസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എവറിത്തിങ്. ഇതിൻ്റെ അടുത്തുള്ള പ്ലോട്ട് ലാസ്റ്റ് ഇയർ ഒരു 5 lakhs% പോയി എന്ന് വിചാരിക്കും. ഓക്കെ, 5 lakhs% ഇത് വിറ്റുപോയി. ബട്ട് ഇപ്പം ഈ ഒരു പ്ലോട്ട് അവർ പറയുന്നത് 3 lakhs% അവൈലബിൾ ആണെന്ന്. ഓക്കെ, ലാസ്റ്റ് ഇയർ 5 lakhs% കൊടുത്ത് പ്ലോട്ടിന് റിയൽ എസ്റ്റേറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പം നോക്കി ഈ ഒരു വാല്യൂ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ നല്ല ലോ പ്രൈസ്ഡ് ആണെന്ന് തോന്നും അല്ലേ? മീൻസ് സ്റ്റോക്കിന്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് 6 lakhs, 1 yearന്റെ അഡീഷനും കൂടി ആഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 6 lakhs കിട്ടണം. അപ്പോൾ 50% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ലാൻഡ് കിട്ടുന്നതെന്ന് തോന്നും, റൈറ്റ്? പക്ഷെ ഈ 3 lakhs ഇത് വെക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഇത് മനസ്സിലാവും. സോ ഫോർ എക്സാമ്പിൾ, ഈ പ്ലോട്ട് വെക്കുന്ന ആള് മേ ബി ഹീസ് എ പഞ്ചായത്ത് മെമ്പർ, അല്ലെങ്കിൽ ഹീസ് എ മിനിസ്റ്ററിന്റെ ആരെങ്കിലും എന്നായിരിക്കും. അപ്പം ഇങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടാവും ഇതിന്റെ തൊട്ട് ബാക്കിലത്തെ ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ട് ഗാർബേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത 3 കൊല്ലത്തിൽ അല്ലെങ്കിൽ അടുത്ത 1 കൊല്ലത്തിൽ ഇതിന്റെ ഗാർബേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നത്, റൈറ്റ്? അപ്പം ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചുറ്റളവിൽ ദർ ഇസ് ഗോയിങ് ടു ബി എ വെരി ബാഡ് സ്മെൽ. അപ്പം നോക്കുമ്പം ഈ ഒരു പ്ലോട്ട് നമ്മൾ 3 lakhs എടുക്കുന്നത് നഷ്ടല്ലേ, അല്ലേ? സോ ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ. നമ്മൾ വെറും ഇൻട്രിൻസിക് വാല്യൂ നോക്കിയിട്ട് ഓക്കെ, സ്റ്റോക്ക് 300 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ 600 ആണ്. ഓക്കെ, സെയിം എക്സാമ്പിൾ. കാരണം നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ മാത്രമല്ല നോക്കട്ടെ, അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്ക് സ്റ്റോറി. ഓക്കെ, ഈ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം ഇൻട്രിൻസിക് വാല്യൂ നിന്ന് ഇത്രയും താഴെ വരാനുള്ള കാരണം, ഓക്കെ, വെദർ ഇറ്റ് ഇസ് സംതിങ് ഗ്ലോബലി, ഇപ്പം വാറ് കൊണ്ട് കുറേ സ്റ്റോക്സ് താഴെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കേസസിൽ ദിസ് ഇസ് ഫൈൻ. വാറ് കഴിഞ്ഞ പാടെ അത് തിരിച്ചു വന്നോളൂ. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ബട്ട് ദേ മൈറ്റ് കം ബാക്ക്. ബട്ട് അതിനുള്ള പ്രോബബിലിറ്റി ഓഫ് റീച്ചിങ് ബാക്ക് ടു ദ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ അബവ് ദാറ്റ് ഈസ് ഹയർ. കാരണം ബൗൺസ് ബാക്ക് വരുമ്പോൾ യൂഷ്വലി സ്റ്റോക്സ് ബൗൺസ് മോർ ദൻ ദ പ്രീവിയസ് വാല്യൂ. ബട്ട് ഇതൊന്നും നോക്കാതെ നമ്മൾ ഓക്കെ 300 ആണ് 600 ആണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ദർ മൈറ്റ് ബി സംതിങ്. പഴയ CEO ഈസ് എന്താ സ്റ്റെപ്പിംഗ് ഡൗൺ. ഓക്കെ, ദിസ് ക്യാൻ ഈവൻ ക്രാഷ് ദ സ്റ്റോക്ക് ഇൻ സം കേസസ്. ഇപ്പോൾ റിലയൻസ് ഫോർ എക്സാമ്പിൾ എടുത്ത് അനിൽ അംബാനി പെട്ടെന്ന് മക്കളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഒരു 5 years 10 years ബിഫോർ പെട്ടെന്ന് ഒരു ദിവസം സംതിങ് ബാഡ് ഹാപ്പൻസ്, ഗോഡ് ഫോർബിഡ്. ബട്ട് അപ്പം അവിടെ ഒരു അൺസർട്ടനിറ്റി വരുന്നുണ്ട്, റൈറ്റ്?
ആ അൺസർട്ടനിറ്റി വരുമ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മിക്കവാറും 90% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60% പീപ്പിൾ വിൽ തിങ്ക് ഓഫ് എന്താ വാട്ട് ഇസ് നെക്സ്റ്റ് അറിയില്ല, അപ്പം വിൽ ഫോർ ടൈം ബീങ് എക്സിറ്റ് ആൻഡ് ദെൻ എൻ്റർ അറ്റ് എ ബെറ്റർ ടൈം. അനാലിസിസിലും ഹൗ ഡു യു ഐഡന്റിഫൈ ദ ഹെൽത്ത് ഓഫ് കമ്പനി, നമ്മൾ ഈ വാല്യൂയിലേക്കൊക്കെ കാരണം ബിക്കോസ് വി വാണ്ടഡ് ടു ഫൈൻഡ് ദി ഹെൽത്ത് ഓഫ് കമ്പനി, ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ടു ഇൻവെസ്റ്റ് അല്ലേ. കമ്പനി ഷുഡ് ഷോ മെയിൻലി സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി, സ്ട്രോങ് പ്രോഫിറ്റ്സ് കാണിക്കണം, ഡോളർ സൈൻ ഇടാം, സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി, പിന്നെ നല്ല പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. ഇത് രണ്ടും നല്ല ഹൈ ഉണ്ടെങ്കിൽ ഓക്കെ, ആൻഡ് ദെൻ ഡെപ്ത് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു സീറോ, ഓൾമോസ്റ്റ് ഓർ ഒന്നെങ്കിൽ നോട്ട് എക്സിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലോസ് ടു സീറോ, അല്ലെങ്കിൽ മാനേജബിൾ ഡെപ്റ്റ് എങ്കിൽ 12 crores ഉണ്ടാക്കുന്ന ഇയർലി 12 crores ഉണ്ടാക്കുന്ന ഒരു കമ്പനി 1 CR ഡെപ്റ്റ് അല്ലെങ്കിൽ 3 CR ഡെപ്റ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു സീറോ, റൈറ്റ്. അപ്പം ഹെൽത്ത് ഓഫ് എ കമ്പനി നമ്മൾ ചെയ്ത രണ്ട് അനാലിസിസ്, ഒന്ന് നമ്പർ ബേസ്ഡ് ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവും, പിന്നെ നമ്പർ അല്ലാത്തത് ക്വാണ്ടിറ്റേറ്റീവും കൂടി അനാലിസിസ് ചെയ്ത് ഓക്കെ, എൻഡ് ഓഫ് ദാറ്റ് വി ഷുഡ് റീച്ച് ടു എ കൺക്ലൂഷൻ വെദർ ദ കമ്പനി ഷോയിങ് സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി, നല്ല ക്യാഷ് ഫ്ലോ ഇല്ലയോ, ഓക്കെ, ഡെപ്റ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സീറോ ആണ്, ഓക്കെ, ആൻഡ് എന്താ അതേ ഫീൽഡിലില്ല ബാക്കി കമ്പനീസ് വെച്ച് നോക്കുമ്പം എന്താ ഗ്രോത്ത്, മച്ച് ബെറ്റർ ഗ്രോത്ത്, അല്ലെങ്കിൽ ചെറിയ ഷോക്സ് വരുന്ന സമയത്ത് ലെസർ ഡൗൺഫോൾ. ദിസ് ഈസ് ഓൾസോ എ വെരി ഗുഡ് സൈൻ ഓഫ് എ കമ്പനി. സ്റ്റേബിൾ കമ്പനീന്റെ ഒരു സൈനാണ് ഇത്. ക്രാഷ് സമയത്ത് ഏകദേശം എല്ലാ കമ്പനിയും ക്രാഷ് ചെയ്തിട്ടുണ്ടാവും, 40% 60%, ഓരോ കുറെ കമ്പനീസ് ക്രാഷ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും 10% അല്ലെങ്കിൽ 20% ക്രാഷ് ചെയ്ത കമ്പനി ഹാസ് നോട്ട് മൂവ്ഡ് മച്ച്, മീൻസ് ഈവൻ സച്ച് എ ബിഗ് ഇവന്റ് ഡിഡ് നോട്ട് കോസ് എനി ബിഗ് ഡെന്റ് ഇൻ ദിസ് കമ്പനീസ് റേറ്റ് അല്ലേ. അപ്പം ദീസ് ആർ ഓൾ സൈൻസ് ഓഫ് ഹെൽത്ത്. അപ്പോൾ പക്ഷേ ഇതിലും ഒന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ ആ കമ്പനീന്റെ ഹെൽത്ത് എന്നല്ല, ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇറ്റ് ഇസ് എ ഗുഡ് ഹെൽത്തി കമ്പനിക്ക് എന്ന് പറയാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും ഫ്യൂച്ചർ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിവേ യു ക്യാൻ ഓൾവേസ് കമന്റ്, വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. സ്റ്റാർട്ടഡ് പോർട്ട്ഫോളിയോ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഒരു പോർട്ട്ഫോളിയോ ആസ് എ ബിഗിനർ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 10 കമ്പനീസ് ആൻഡ് ദെൻ ഗ്രാജുവലി ഇൻക്രീസ് ഇറ്റ് ടു 15 സ്റ്റോക്സ്. ദിസ് വുഡ് ബി എ ഗുഡ് സ്റ്റാർട്ടർ പോർട്ട്ഫോളിയോ. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഓക്കെ, ഒന്ന് നമ്മളിപ്പം കുറേ എന്താ കുറേ ചെറിയ ഒരു പോർട്ട്ഫോളിയോ ആക്കുന്നതായിരിക്കും വിത്ത് 2 സ്റ്റോക്സ് അല്ലെങ്കിൽ 3 സ്റ്റോക്സ്. ഓക്കെ, ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്റ്റോക്ക് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോ ഈസ് ഗോയിങ് ടു ബി വെരി ബാഡ്. ഓക്കെ, മൊത്തം റെഡിയിലായിരിക്കും അല്ലേ. ബട്ട് സേ സപ്പോസ് യു ഹാവ് സം എന്താ 5 to 6 സ്റ്റോക്സ് അല്ലെങ്കിൽ 10 സ്റ്റോക്സ്. ഇപ്പം ഇതിലൊരു 2 സ്റ്റോക്ക് ഇടിഞ്ഞാലും നമ്മൾ ബാക്കി 8 സ്റ്റോക്സ്, ഇത് ഒരു ബെനിഫിറ്റ് ആണ് ഓഫ് ഹാവിങ് 10 to 15 സ്റ്റോക്സ്. ഐ വുഡ് സേ സ്റ്റാർട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 8 to 9 സ്റ്റോക്സ് ആൻഡ് ദെൻ ഗ്രാജുവലി കീപ് ഇൻക്രീസിങ് 1 or 2 സ്റ്റോക്സ് whenever you can. അതായിരിക്കും എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ബട്ട് അഗെയിൻ ആസ് എ ബിഗിനർ ഈ 25 സ്റ്റോക്കിൻ്റെയും ഫണ്ടമെന്റൽസ്, ടെക്നിക്കൽസ്, ഹെൽത്ത് ഇതൊക്കെ ഡെയിലി വൈസ് അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി വൈസ് ട്രാക്ക് ചെയ്ത് ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ ഇറ്റ് വിൽ ബി ടു മച്ച് ഓഫ് എ ഹെഡേക്ക്. അപ്പം നമ്മളെ മെയിൻ ഫോക്കസ് ഷുഡ് ബി ടു സിംപ്ലിഫൈ തിങ്സ്. ഓക്കെ, ഡൈവേഴ്സിഫൈ ചെയ്യുക, പല പല സെക്ടേഴ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ കുറച്ച് വാല്യൂ ഡ്രിവൻ സ്റ്റോക്സ്, കുറച്ച് ഗ്രോത്ത് ക്യാപിറ്റൽ തരുന്ന സ്റ്റോക്സ്, കുറച്ച് പെനി സ്റ്റോക്സ് റിസ്ക്കിയാണ്. ബട്ട് ലോങ് ടേം ഇതുപോലെ കമ്പനി വാല്യൂഷൻസ് നോക്കിയിട്ട് ലോങ് ടേം ഡിസിഷൻ എടുക്കാം. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, റൈറ്റ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇന്ന് ഡിസ്കഷൻ ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡു യു ലേൺ ടു ബുക്ക് ദ ലോസസ്? ലേൺ ടു ബുക്ക് ദ ലോസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്നിക്കൽസ് വെച്ചിട്ട് എടുക്കുമ്പോൾ വി ക്യാൻ ഓൾവേസ് പുട്ട് എ സ്റ്റോപ്പ് ലോസ്. ടെക്നിക്കൽസ് വെച്ച് എടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വാല്യൂ ഉണ്ട്. നമ്മൾ ഫണ്ടമെന്റൽസ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വാല്യൂ ഇല്ല. അപ്പോൾ ദിസ് ഇസ് സംതിങ് ദാറ്റ് വെൻ യു എൻറ്റർ യു വിൽ ഹാവ് ടു ഡിസൈഡ് പെർസെൻറ്റേജ്. നമ്മളെ എത്ര വരെ ഇപ്പോൾ ഒരു 1 lakhന്റെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ഒരു സ്റ്റോക്ക് 10,000 മേലെ ലോസ് ആവാൻ പാടില്ല ആക്ച്വലി. ഓക്കെ, വിച്ച് ഇസ് ബാഡ്, വിച്ച് ഇസ് മോർ ദാൻ 10%. Okay, we are here to create wealth, okay, not to lose everything. But technically നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് we can actually keep a proper stop loss. But when you don't enter technically, when you enter with fundamental values, you are supposed to hold it for longer term. Long term ആണ് അതിൻ്റെ നമ്മൾ എന്താ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്, റൈറ്റ്. അപ്പം ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് റിക്വയർഡ് ആണ്. നമ്മളിപ്പം കാർ ഓടിക്കാനുള്ള ടെക്നിക്കൽസ് പഠിച്ചിട്ട് കാർ കയറി ഇരുന്ന് ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടി ഇല്ലേ, ആ ഡിഫിക്കൽട്ടി നമുക്ക് സ്റ്റോക്സിലും ഉണ്ട്, ഏത് ഫീൽഡ് എടുത്താലും ഉണ്ട്. ഇറ്റ് ഈസ് എ സ്കിൽ സെറ്റ്. അപ്പം അത് ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നിങ്ങൾ ഡേ ട്രേഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ടെക്നിക്കൽസ് വെക്കുക, ടെക്നിക്കൽസ് വെച്ചിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് റേഞ്ച് മൈൻഡിലുണ്ടാവുക, അതിൻ്റെ മേലെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഡോണ്ട് ഹോൾഡ് ഇറ്റ് ഇൻ ദ ഹോപ്പ് ഇറ്റ് വിൽ കം ബാക്ക്. ഫണ്ടമെന്റൽ ആണെങ്കിൽ യു ഹാവ് ടു, ആദ്യം നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പീക്ക് നടക്കരുത്. അതിനാണ് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ വാല്യൂഷൻസ് ഒക്കെ നോക്കുന്നത്. സോ യു നോ വെദർ ഇറ്റ് ഇസ് ഓൾറെഡി ഹൈ പ്രൈസ്ഡ്, വെദർ ഇറ്റ് ഇസ് എക്സ്പെൻസീവ്, വെദർ ഇറ്റ് ഇസ് ചീപ്പ് നൗ.
ഓക്കെ, അവിടെ എൻട്രീസ് ശ്രദ്ധിക്കുക, ഡോണ്ട് ബ്ലൈൻഡ്ലി എൻ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ കപ്പിൾ ഓഫ് സ്റ്റോക്സ്, ആഫ്റ്റർ നമ്മളൊരു 2-3 പോസിറ്റീവ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ യുവർ കോൺഫിഡൻസ് വിൽ ഗ്രോ. അപ്പം നമുക്കത് പഠിക്കാൻ പറ്റും എത്രയാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ കപ്പാസിറ്റി. നമ്മൾ എത്ര വരെ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അതുവരെ ഉള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, ബട്ട് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ വുഡ് ബി 5% മേലെ സ്റ്റോക്സിൽ ലോസ് ആക്കാൻ പാടില്ല. then it would be better to exit and then enter at a better time. Same stock, 5% ഒക്കെ ഒരു ദിവസം ഇടിയുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗുഡ് ലാർജ് ക്യാപ് സ്റ്റോക്സ് 5% ഇടിയുന്നുണ്ടെങ്കിൽ there is definitely something wrong. അപ്പം അത് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ആൻഡ് കവർ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ റിവെഞ്ച് ട്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ ലോസ് ആക്കുമ്പം 10% ലോസ് ഒരു ദിവസം ആയി എന്ന് പറഞ്ഞിട്ട് ആ 10% ഒരേ ദിവസം പിടിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു 2% 1% 10 ഡേയ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ 2% 5 ഡേയ്സ് വെച്ചിട്ട് റിക്കവർ ചെയ്യാൻ ഇല്ല പ്ലാൻ ചെയ്യുക. ദിസ് ഇസ് മച്ച് ബെറ്റർ പ്ലാൻ. റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യരുത്, ഓവർ ട്രേഡിംഗ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് മേക്ക് സം പ്രോഫിറ്റ്സ് ബിഫോർ യു ഗാമ്പിൾ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ബട്ട് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സും ഇതുപോലത്തെ IPO ലാർജ് പ്ലേയേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടില്ല. റൈറ്റ്, അപ്പം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈസ് ആക്ച്വലി ലൈക്ക് ബൈങ് റിയൽ എസ്റ്റേറ്റ്. നമ്മളിപ്പം ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു 5 years 10 years കഴിഞ്ഞിട്ടല്ലേ വിൽക്കാൻ നോക്കും. നമ്മളിപ്പം വാങ്ങിയിട്ട് ഈ മാസം വാങ്ങി അടുത്ത മാസം വെക്കും, അൺലെസ് സം എമർജൻസി വന്ന് ദിസ് ഇസ് എ പ്ലാൻ. ബട്ട് അല്ലെങ്കിൽ നമ്മൾ ബൈയിങ് പ്ലാൻ എന്താ 5 to 10 years ഹോൾഡിംഗ് അല്ലേ. അപ്പം ആ ഒരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും കാണേണ്ടത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 2 yearsന്റെ പ്ലാൻ നമുക്ക് ഉണ്ടാവണം, ഒരു 2 years പ്ലാൻ. ദിസ് ഈസ് വേർ യു ബിക്കം പ്രോഫിറ്റബിൾ. കാരണം അവിടെ കമ്പൗണ്ടിങ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ യുവർ ഫേവർ. പക്ഷെ നമ്മൾ ഇത് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റും കൊണ്ട് ഇരുന്നിട്ട് ഇതെന്ത് ലോസ് ആയി അത് ഇപ്പം റിക്കവർ ചെയ്യണം, റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഐ വുഡ് നോട്ട് സജസ്റ്റ് ദാറ്റ്. ഇത് വീണ്ടും ഡേ ട്രേഡർ മൈൻഡ് സെറ്റിലേക്ക് പോവാണ്. ഡോണ്ട് ഗോ ഇൻ ടു ഡേ ട്രേഡർ മൈൻഡ് സെറ്റ്. നമ്മളെ ഫുൾ എന്താ ഡിപ്പെൻഡൻസി ഇന്ന് ഒരു 2000 രൂപ ആക്കണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നില്ല ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേലെ കൂടുതൽ പ്രഷർ വരും. ഓക്കെ, സോ ദിസ് ഇസ് മച്ച് ബെറ്റർ ഇഫ് യു ഡോണ്ട് നീഡ് ദാറ്റ്. എന്താ വെച്ചാൽ ആ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. ഐ നീഡ് ദിസ് മണി സ്ലോലി. ഈ എൻ്റെ അടുത്ത് ഇപ്പോൾ 1,00,000 ഞാൻ ഇനി 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു 2-3 ലക്ഷമായിട്ട് തിരിച്ചിട്ട് ഐ എം ഹാപ്പി എന്നില്ല ഒരു മൈൻഡ് സെറ്റില്ലേ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ എന്താ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ട്രേഡിങ്ങിന് ഉണ്ട്, there are other strategies will reach there. You don't look at long term. ഒരു ഡേ ട്രേഡർ ആണെങ്കിൽ ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ കാര്യം അല്ലെങ്കിൽ 2-3 ദിവസത്തെ കാര്യം അത്രയും നോക്കും. റൈറ്റ്, നമ്മൾ ലോങ് ടേം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽസിലേക്ക് വരുന്നത്. വെൻ യു ആർ ഡൂയിങ് ഡേ ട്രേഡിംഗ്, വെൻ യു ആർ ഡൂയിങ് മറ്റേ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നാൽ നമ്മൾ അത്രയും ലോങ് ചെയ്യൂല. ഓക്കെ, ലോങ് ചെയ്യുന്നത് റിസ്ക്കുമാണ് അവിടെ. കാരണം അവിടെ ടൈം ഡിപ്പെൻഡൻസി വെച്ചിട്ടില്ലേ ഇറോഷൻ ഉണ്ട്. ഓക്കെ, DK എന്ന് പറയുന്നത്. ബട്ട് ഐ വുഡ് ലൈക്ക് യു ടു സ്റ്റാർട്ട് വിത്ത് ദിസ്. ഒരു ബിഗിനറിനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനില്ല ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഇസ് വിത്ത് എ സ്റ്റാർട്ടർ പോർട്ട്ഫോളിയോ 2-3 സ്റ്റോക്ക്. ഓക്കെ, ഒരു 4-5 സ്റ്റോക്കിലേക്ക് അത് ഗ്രോ ചെയ്യുക. ഓക്കെ, കീപ് ഇൻവെസ്റ്റിംഗ്. നമ്മൾ SIP ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ആ സ്റ്റോക്ക് ലെറ്റ്സ് ഗോ ടു ഇതിലേക്ക് പോകാം. ദിസ് ഇസ് മച്ച് ബെറ്റർ. സോ ഇത് 1 year ചാർട്ട് ഓൺ PE, ലെറ്റ്സ് ഗോ ടു പ്രൈസ്. 1 year ചാർട്ട് ഓൺ പ്രൈസ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കിക്കല് സത്യം പറഞ്ഞാൽ വലിയ കൊല്ലം ഹോൾഡ് ചെയ്ത് ദിസ് വാസ് അറ്റ്ലീസ്റ്റ് 20-30% അപ്പ്. വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കാം. ലെറ്റ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നല്ല ഹൈറ്റിലുള്ള സ്റ്റോക്കാണ് ബെൽ. ഓക്കെ, ബെൽ എടുത്ത് ഇവിടെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇമ്പാക്ട് ഓഫ് ഇറാൻ വാർ. Again, I'm going to price. I'm just going to 1 year. കഴിഞ്ഞ ഒരു കൊല്ലം ഇത് സ്റ്റാർട്ടഡ് അറ്റ് 297. ഇപ്പം ഇത് ഹൈ, ഇപ്പം ലാസ്റ്റ് April 17th ഇറ്റ് വാസ് അറ്റ് 462. ഓൾമോസ്റ്റ് പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് 468 ആയിരുന്നു അതിൻ്റെ പ്രീവിയസ് ഹൈ. സോ ഓൾമോസ്റ്റ് ഹൈൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം കുറച്ചുണ്ട്, ബട്ട് ഐ തിങ്ക് കാരണം ഈവൻ വാർ ടൈമിൽ ഇത് ഇങ്ങനെ ആയിരുന്നു, ഇറ്റ് വാസ് സ്റ്റിൽ ഹൈ. ദിസ് ഇസ് വൺ കമ്പാരിസൺ യു ക്യാൻ ഡു 1 year. ഓക്കെ, അതുപോലെ 5 years കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് മച്ച് ബെറ്റർ. സി ഓവർ 5 years ടൈം ഈ സ്റ്റോക്ക് 43 നിന്ന് 400ലേക്ക്, ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് 10 times. 10 times ഗ്രോത്ത്. ദിസ് ഇസ് വെയർ ഇൻവെസ്റ്റിംഗ് കംസ് ഇൻ ടു എഫക്ട്. ഇതേപോലെ പോകുന്നില്ല, ചിലത് താഴോട്ടും വരും. അത് നമ്മൾ ഡൈവേഴ്സ് ലുക്കിംഗ് ഇൻ ടു ഫണ്ടമെന്റൽസ്, ലുക്കിംഗ് ഇൻ ടു പ്രീവിയസ് 4 years 5 years ഡാറ്റ. ഓക്കെ, അതുപോലെ സ്പെക്കുലേറ്റീവ് സ്റ്റോക്സും ചെയ്യാം, ബട്ട് ദാറ്റ് ഷുഡ് ബി 5% അല്ലെങ്കിൽ 10% ഓഫ് യുവർ പോർട്ട്ഫോളിയോ, നോട്ട് മോർ ദാൻ ദാറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ക്ലിയർസ് എവറിത്തിങ്.
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് റീച്ച് ഔട്ട് ഇൻ ദ കമന്റ് സെഷൻ. ഐ വിൽ ട്രൈ ടു മേക്ക് അനദർ വീഡിയോ. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ലുക്ക് ഇൻ ടു പ്രാക്ടിക്കാലിറ്റി, എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുക. വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു. ബൈ.